ഇല്ലില്ല, ഇത് ആക്ച്വലി 40% ബ്ലോക്ക് അല്ലേ ഉള്ളൂ. നമ്മൾ 40% ബ്ലോക്കിന് ആൻജിയോപ്ലാസ്റ്റിയുടെ ആവശ്യമില്ല. അതായത് നിങ്ങൾ ഇപ്പം ഗൾഫിൽ നിന്ന് വന്നു, ഇവിടുന്ന് ഉമ്മാക്ക് ചെക്കപ്പ് വേണമെന്ന് പറഞ്ഞ് ചെക്കപ്പ് ചെയ്തു. അപ്പോൾ അതിനകത്ത് TMT പോസിറ്റീവ്, അല്ലാണ്ട് ഉമ്മാക്ക് സിംറ്റം ഒന്നും ഇല്ലല്ലോ. TMT പോസിറ്റീവ് ആയി നമ്മൾ ആൻജിയോഗ്രാം ചെയ്തു, അതിനകത്ത് ഇപ്പോൾ ഒരു 40% ബ്ലോക്ക് കാണിക്കുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള കേസുകളിൽ നമ്മൾ 50% താഴെയാണെന്നുണ്ടെങ്കിൽ ആൻജിയോപ്ലാസ്റ്റിക് ഇൻഡിക്കേഷൻ ഇല്ല, അവിടെ സ്റ്റെൻറ്റ് വെച്ചുകൊണ്ട് പേഷ്യൻറ്റ് യാതൊരു ബെനിഫിറ്റും ഇല്ല. നേരെ മറിച്ച് ഇപ്പോൾ 70% മേലെയാണെങ്കിൽ പേഷ്യൻറ്റ് ഗുണം ചെയ്യും. അതാണ് അതിൻ്റെ ഇൻഡിക്കേഷൻ, ഗൈഡ് ലൈൻ പ്രകാരമുള്ള ഇൻഡിക്കേഷൻ അതാണ്. പിന്നെ ഈ 50 മുതൽ 70 വരെയുള്ള ശതമാനം കേസുകളാണെന്നുണ്ടെങ്കിൽ നമുക്ക് FFR എന്നുള്ള ടെസ്റ്റ് ഉണ്ട്. FFR എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഫിസിയോളജിക്കലി സിഗ്നിഫിക്കൻ്റ് ആണോ, അത് ചെയ്തുകൊണ്ട് പേഷ്യൻറ്റ് ബെനിഫിറ്റ് ഉണ്ടാകുമോ, അങ്ങനെ നോക്കുന്നൊരു ടെസ്റ്റാണ്. അപ്പോൾ ഈ കേസിൽ അതിൻ്റെ ആവശ്യമില്ല, കാരണം നമുക്ക് സിംറ്റം ഒന്നും ഇല്ലല്ലോ, ഇതിന് മരുന്ന് മാത്രം മതി. ഇൻഷുറൻസ് ഉണ്ടായിരുന്നു സാർ, അതുകൊണ്ട് പറഞ്ഞതാ. ഇല്ലില്ല, നിങ്ങൾക്ക് ഇൻഷുറൻസ് ഉണ്ട്, എല്ലാം ശരി തന്നെ. പക്ഷെ അതിനെക്കൊണ്ട് ഉമ്മയ്ക്ക് ബെനിഫിറ്റ് ഇല്ലല്ലോ. ഇതുകൊണ്ട് മരണത്തെ പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റുമോ, അറ്റാക്ക് പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റുമോ, ഒന്നും പറ്റത്തില്ല. ഒരു സ്റ്റെൻറ്റ് എന്ന് പറഞ്ഞ ഒരു ഫോറിൻ മെറ്റീരിയലാണ്, ഒരു മെറ്റൽ അല്ലേ, അതല്ലേ നമ്മൾ രക്തധമനിക്കകത്ത് വെക്കുന്നത്. അപ്പോൾ അതിനകത്ത് ക്ലോട്ട് വരാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മളത് ഏറ്റവും ഇൻഡിക്കേഷനുള്ള കേസാണെങ്കിൽ മാത്രമേ വെക്കാവൂ. ഇപ്പോൾ അറ്റാക്കൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ പറയും, അറ്റാക്ക് വരുന്ന പേഷ്യൻസിന് നമ്മൾ ചിലപ്പോൾ അവിടെ ഇറോഷൻ വന്നൊക്കെ ആകാം, അങ്ങനെയുള്ള കേസിലൊക്കെ ചിലപ്പോൾ ഇൻഡിക്കേറ്റഡ് ആണ്. അല്ലാതെ ഇങ്ങനെയുള്ള കേസുകളിൽ നമ്മൾ റെഗുലർ ചെക്കപ്പിന് വന്നിട്ട് പ്രത്യേകിച്ച് ബുദ്ധിമുട്ടോ നെഞ്ചുവേദന ഒന്നും ഇല്ലാത്ത ഒരാൾക്ക് വേണ്ടിയിട്ട് നമ്മൾ ഇത് ആൻജിയോപ്ലാസ്റ്റി ചെയ്യേണ്ട ആവശ്യമില്ല.